നമസ്കാരം. ഇത് കേരള സർക്കാരിൻ്റെ പെൻഷനേഴ്സിന് വേണ്ടിയാണ്. പലരും വിരമിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പല വലിയ തുകകളും കേരള സർക്കാരിൻ്റെ ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും. ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം നമുക്ക് അതിൻ്റെ പലിശ നമ്മുടെ ട്രഷറി സേവിങ്സ് ബാങ്ക് അഥവാ TSB അക്കൗണ്ടിൽ വരും. അത് വേണമെങ്കിൽ എടുക്കുകയോ വീണ്ടും പുനർനിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് അറിയേണ്ടതായ കാര്യം, ഈ വീഡിയോയിൽ വഴി വ്യക്തമാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ലഭിക്കുന്ന പലിശ എത്രയാണെന്നും കൃത്യം എത്രയാണെന്നും അതിൽ നിന്ന് ഇൻകം ടാക്സ് അഥവാ TDS എത്രയാണ് പിടിക്കുന്നത് എന്നുമാണ്. പലരെയും സംബന്ധിച്ച് ധാരണയുണ്ട്, ചില മാസങ്ങളിൽ ലഭിക്കുന്ന കൃത്യമായ തുകകളിൽ നിന്ന് വ്യത്യാസം വരും. ചിലപ്പോൾ കൂടിയിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. അതിന് ആധികാരികമായ രേഖ എന്താണ്? ചിലർ കിട്ടുന്ന തങ്ങളുടെ TSB അക്കൗണ്ടിൽ വരുന്ന തുകകളൊക്കെ എഴുതി വയ്ക്കുകയും അത് വെച്ച് നോക്കുകയും കണക്കാക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ FDയിൽ ഒരു 25 മാസത്തിന് 7.5% പലിശ, ഏറ്റവും ഉയർന്ന പലിശ അങ്ങനെയാണ് ലഭിക്കുന്നത്. 2 വർഷത്തിലധികം 7.5% പലിശയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ, അതുമായി കണക്കാക്കുമ്പോൾ ഒരു വർഷം നമുക്ക് ലഭിക്കുന്ന തുക 7500 രൂപയാണ്. 1 ലക്ഷം രൂപയ്ക്ക്, ഒന്നുകൂടി പറയുന്നു, 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം പലിശയായി നോക്കുകയാണെങ്കിൽ 7500 രൂപ ലഭിക്കും. 2 വർഷമാണെങ്കിലോ പലിശയായിട്ട് നമുക്ക് 15000 രൂപയാണ് ലഭിക്കുക. 2 വർഷത്തിൽ കൂടുതൽ ആണല്ലോ നമ്മൾ അവിടെ നിക്ഷേപിക്കുക. അപ്പോൾ 2 വർഷം ഇത് ഒരു ദിവസമാണ് കണക്കാക്കി കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ 15000 രൂപ ലഭിച്ചു എന്നിരിക്കുക. അതിൽ നിന്ന് എത്രയാണ് ഇൻകം ടാക്സ് ആയി പിടിക്കുന്നത്? 15G അഥവാ H ഒക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇളവ് കിട്ടും. അത്തരത്തിൽ ഇളവ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഇക്കാര്യം വ്യക്തമാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കതിലേക്ക് നീങ്ങാം. ആദ്യമായി മൊബൈൽ ഫോണിൽ ബ്രൗസർ തുറന്ന് TSB ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ TSB ഓൺലൈനിൻ്റെ സൈറ്റ് അവിടെ വരും. തുടർന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ലോഗിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സൈൻ ഇൻ വിൻഡോ അവിടെ പ്രത്യക്ഷപ്പെടും. അതിൽ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ അവർ ഒരു OTP ചോദിക്കും. OTP നമ്മുടെ മൊബൈൽ ഫോണിൽ വരും, അത് എൻ്റർ ചെയ്യുക. ഇത്തരത്തിലൊരു മെസ്സേജും കാണും, OTP ഹാസ് ബീൻ സെൻഡ് ടു ദി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, എൻ്റർ ദി OTP എന്നൊക്കെ കാണാം. അത് അപ്രകാരം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് പ്രസ്തുത നിങ്ങളുടെ ആ ഭാഗം തുറന്നു കിട്ടും, നിങ്ങളുടെ അക്കൗണ്ട് തുറന്നു കിട്ടും. തുറന്ന അക്കൗണ്ടിൽ ഡാഷ്ബോർഡ് എന്ന ഭാഗത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെ ഇടതുഭാഗത്ത് 3 വരകൾ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രണ്ടാമതായി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാം, പ്രസ്തുത ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവിങ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിങ്ങനെ 2 മെനു കാണാം. സേവിങ്സിൽ ക്ലിക്ക് ചെയ്താൽ സേവിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. നാം ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനാണ്. അതുകൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന മെനുവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് സെലക്ട് ട്രഷറി ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് കാണാം. അതായത് ഒരെണ്ണമേ ഉള്ളുവെങ്കിൽ അത് അവിടെ വരും, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പച്ച നിറത്തിലുള്ള സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ പച്ച നിറത്തിലുള്ള സബ്മിറ്റ് എന്ന ബട്ടൺ കാണാം, അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്, എന്നാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, എന്നാണത് അവസാനിക്കുക, എത്ര ശതമാനമാണ് പലിശ ലഭിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ അവിടെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ അടിയിലായിട്ട് ഓരോ മാസത്തെയും ഡേറ്റ് ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. അതായത് 1-ാം തീയതി എന്നുള്ള ഡേറ്റിലായിരിക്കും മിക്കവാറും കേസുകൾ കാണാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്, ഓരോ മാസത്തെയും ഇൻട്രസ്റ്റ്, നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, അതായത് സാധാരണ ഇതിൽ 7.5% നമ്മൾ ഇടുക, അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ
നമ്മുടെ ഇൻകം ടാക്സ് എത്രയാണ് പിടിക്കുന്നത്, ഓരോ മാസത്തിലും പിടിക്കുന്നത് അത് കാണാൻ സാധിക്കും. അത് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുകയും കാണാനായിട്ട് സാധിക്കും. ഇനി ചിലപ്പോൾ ചില മാസത്തിൽ ഇത്തരത്തിൽ പിടിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ നമുക്ക് TDS പിടിക്കാതെ ഫുൾ എമൗണ്ട് കിട്ടും. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കാതിരുന്നതിനാൽ തുടർന്ന് വരുന്ന മാസങ്ങളിൽ ഒരു 5-6 മാസം പിടിക്കുകയില്ല, പിന്നീട് തുടർന്ന് വരുന്ന മാസങ്ങളിലായിരിക്കും അവർ ഇത്തരത്തിൽ തുക പിടിക്കുക. അപ്പോൾ അതും അവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ പൈസ ആണ് പിടിക്കുക. ഇതാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നാം കണക്ക് കൂട്ടി നോക്കും. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, 1 ലക്ഷത്തിന് 7% വെച്ച് ഉള്ള തുകയൊക്കെ കണക്കാക്കി അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ നോക്കി വരുമ്പോൾ ചില മാസത്തിൽ കൃത്യമായിട്ട് TDS പിടിക്കാതെയുള്ള തുക കാണും. 2-3 മാസം പിടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പിടിക്കാത്ത തുക തൊട്ടടുത്ത മാസത്തിൽ പിടിക്കുന്നു. അപ്പോഴാണ് അധിക വ്യത്യാസമൊക്കെ കാണുന്നത്. ഇനി ഏത് മാസത്തിലാണ് ഇത് അവസാനിക്കുന്നതെന്ന് നോക്കാം. ആ മാസത്തിൽ അത് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ, ആ മാസത്തിൽ എടുക്കുകയാണെങ്കിൽ, ആ മാസത്തിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ FD മെച്ചുറാകുന്ന ഡേറ്റിനോടനുബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ FDയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് ഓരോ മാസവും ലഭിക്കേണ്ട പലിശ എത്രയാണെന്ന് കാണാം. അതുപോലെ തന്നെ TDS പിടിച്ച തുക, ഇൻകം ടാക്സായി പിടിച്ച തുക എത്രയാണെന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് TDS പിടിച്ചു കഴിഞ്ഞ് ബാക്കി വന്ന തുക എത്രയെന്ന് കാണാം. അവയുടെ ടോട്ടൽ കാണാം. ഉദാഹരണത്തിന് നമ്മൾ 24 മാസത്തിനാണോ അല്ലെങ്കിൽ 34 മാസത്തിനാണോ അവിടെ നിക്ഷേപിച്ചത് എന്ന് വിചാരിക്കാം. അതിൻ്റെ അവസാനം നമ്മുടെ അക്കൗണ്ടിൽ ഈ ഡെപ്പോസിറ്റ് മുഖേന നമുക്ക് ലഭിച്ച മൊത്തം പലിശ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൊത്തം TDS എത്രയാണ് ഉള്ളത് കാണാൻ സാധിക്കും. TDS പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്ന തുകയും കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടിയുള്ളവർക്ക്, അറിയാത്തവർക്ക്, അല്ലെങ്കിൽ അറിയാൻ കാരണമൊക്കെ ആയിട്ട്, പക്ഷേ എന്തിനാ അതൊക്കെ നേരം പോക്ക് എന്നുള്ള രൂപത്തിലാണെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അപൂർവം ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെയും പേരിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദാക്കുന്നത്. ചെറിയ കാര്യം വേണ്ടു 5 മിനിറ്റ് ചിലവഴിക്കുന്നുണ്ടോ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ കൃത്യമായിട്ട് PDF, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ പാസ്ബുക്ക് കൃത്യമായിട്ട്, പാസ്ബുക്ക് റിപ്പോർട്ട് എന്നാ പറയാം, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് നമുക്ക് ഒരു പേജിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ചിലപ്പോൾ അല്ലെങ്കിൽ 1.5 പേജിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. 24 മാസത്തിൻ്റെ ആണെങ്കിൽ ഒരു പേജിൽ, അതല്ല 36 മാസത്തിൻ്റെ ആണെങ്കിൽ ഒരു 1.25 പേജിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്രിൻ്റ് എടുപ്പിച്ചാൽ മതി. കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്താണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഓരോ മാസത്തിലും ലഭിക്കുന്ന തുക ഇത് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യാനും മറ്റുമൊക്കെ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ട്രഷറി പോകണം, അവരുടെ ഒഴിവ് സമയം നോക്കണം. അവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മടുത്തിരിക്കുകയാവും. അതിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. TDSനെ കുറിച്ച് അറിയാത്തവരാണ് അങ്ങനെ ഇതിനൊക്കെ പറയും. ഇത് നമുക്ക് വ്യക്തമായി വീട്ടിൽ നിന്ന് സൂക്ഷ്മതയോടുകൂടി നോക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. ഇനി പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും പ്രിൻ്റ് ചെയ്യുന്ന കടകളിലോ ചെന്ന് വാട്സപ്പായിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. അവർ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ തരും. അതിൻ്റെ ഫലമായിട്ടൊന്നും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയല്ല രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ പരിചയാത്തൊരു സ്ഥലത്ത് നിന്ന് പ്രിൻ്റ് എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുന്നത് ഏകദേശം 60 വയസ്സിനോട് അടുത്തവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. 60 വയസ്സിന് താഴെയുള്ളവർ നല്ലവണ്ണം ഈ വക കാര്യങ്ങൾക്ക് നോക്കുന്നുണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവരാണ് പലരും ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തവർ. പക്ഷെ പ്രാധാന്യം അത്തരത്തിൽ ചെലുത്തി കഴിഞ്ഞാൽ, കുറേശ്ശെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചേരുന്നതല്ല. ഒരു 70 വയസ്സിനോ 75 വയസ്സിനോ മുകളിൽ പ്രായമുള്ളവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് മുഴുവനും വേണ്ടാന്ന് വെക്കരുത്. ആദ്യം ഒന്ന് കേട്ടു, പിന്നെ രണ്ടാമത് കിട്ടും, പിന്നെ മൂന്നാമത് കിട്ടുമ്പോൾ കുറേ പേരുകൾ അവിടെ പരിചയമായി തുടങ്ങും, സൈറ്റുകൾ പരിചയമായി തുടങ്ങും. പിന്നെ അങ്ങനെ കേട്ട് നമ്മളത് പഠിച്ചു തുടങ്ങും. അത്ര രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുക. ചിലർ അപ്പാടെ ഇത്തരം ആധുനികപരമായ കാര്യങ്ങൾ അപ്പാടെ ഇഗ്നോർ ചെയ്യുന്നവരുണ്ട്. അതായത് ലേണിംഗ് മടിയായിട്ടുള്ളവർ. എനിക്ക് പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ്, അതൊക്കെ വേണമെങ്കിൽ മക്കൾ നോക്കിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ. പക്ഷേ ആ ലേണിംഗ്
എന്നുള്ള ശേഷി പോയി കഴിഞ്ഞാൽ ഇതുമാത്രമല്ല പല സംഗതികളിലും ആധുനികതയുമായി സമകാലീന ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ വരും എന്നുള്ളത് കാരണം അപ്പോൾ ഇത് ഒരു TSB അക്കൗണ്ടിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ലോകം കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ ഒരു പരിധിവരെയെങ്കിലും അതിനോടൊപ്പമെങ്കിലും പോയില്ലെങ്കിൽ പിന്നാക്കായി പോകും. പിന്നെ ആംഗിൾ പോലെയാണ്, വല്ലാതെ സമകാലീന ലോകത്തിൽ നിന്ന് അകന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.